Gentlemen. Welcome, ladies and gentlemen. My name is Parvati. I'm a graduate student. I graduated from McMaster University and I studied honors biology. Today, I'm here with Dr. Nisha Najal Haroon. She's an endocrinologist based in the Greater Toronto area. And today we will be talking about diabetes management. So excited to be here, Dr. Haroon. Would you like to say a few words before we begin? Oh, yeah, thank you for Parvati for agreeing to be part of this program. So we are basically doing a little update for MEGA, so Malayali Engineers Association. So I think you can ask the question in English and I'll try to answer in Malayalam as well. Okay, so basically we're trying to give an overview about the burden of diabetes in immigrant communities, especially South Asians, and how prevalent it is, and what exactly the problem, how to prevent, and how to manage. Perfect. So let's begin. So, what is peculiar of South Asian diabetes? Yeah, so if you look at Canadian data, in Canada, um, 30% of people live with diabetes or pre-diabetes. So that's pretty high. That is one in three, and 10% of and then a lot of these cases are also undiagnosed, so it could be like, because we don't even know that somebody has diabetes, right? And as South Asians, especially Malayali community, namkarialo, we all have at least one family member with diabetes, and this is going to be a huge healthcare issue in Canada because we are almost 2 million in number, 2 million South Asians, almost 2 million South Asians in Canada. നമ്മളുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി കമ്പയർഡ് ടു അതർ എത്നിക് ഗ്രൂപ്പ്സ് മേ ബി വി ആർ മോർ സെഡൻറ്ററി. പിന്നെ ബോഡി വെയ്റ്റിൻ്റെ ബോഡി കോമ്പസിഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് കുറച്ചുകൂടെ വേസ്റ്റിൻ്റെ സൈഡിൽ ഇൻറ്റേർണൽ ഫാറ്റ് കൂടുതലാണ്. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അത് കാരണം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും ബോഡിയിൽ. അങ്ങനത്തെ പല പല, ഓഫ് കോഴ്സ് ഇമിഗ്രേഷൻ പ്ലേസ് എ റോൾ. പിന്നെ അഡൽട്ട്ഹുഡിൽ പിന്നെ നമ്മൾ ഗെയിൻ ചെയ്യുന്ന വെയിറ്റ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അങ്ങനത്തെ പല പല ഫാക്ടേഴ്സ്. ആൻഡ് ഡിക്രീസ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. പിന്നെ നമ്മൾ അത്രയും നമുക്ക് ലീൻ മാസ്, നമുക്ക് മസിൽ ബൾക്ക് കുറവാണ്, നമ്മൾ അത്രയും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നില്ല. പിന്നെ ഇൻക്രീസ്ഡ് ഇൻടേക്ക് ഓഫ് ഡയറ്ററി ഫാറ്റ്, അല്ലെങ്കിൽ പ്രോസസ് ഫുഡ്, നമ്മളുടെ ചിപ്സും അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഓൾട്ടേർഡ് സ്ലീപ്പ് റൊട്ടീൻ, ഇങ്ങനത്തെ പല ഫാക്ടേഴ്സാണ്. മൈഗ്രേഷൻ ഓൾസോ is a risk factor for diabetes. പിന്നെ ലെസ് പ്രോട്ടീൻ ഇൻടേക്ക്, അങ്ങനത്തെ എസ്പെഷ്യലി വെജിറ്റേറിയൻ ഡയറ്റ് ആണെങ്കിൽ ന്യൂട്രീഷൻ ഓൾസോ പ്ലേസ് ബിഗ് റോൾ. ആൻഡ് ചില സ്റ്റഡീസ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും ചില സ്റ്റഡീസിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയുടെ ഒരു ഫാക്ടറായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. So, in that case, how do we slow the progression from someone who is at risk for diabetes with pre-diabetes to actually developing diabetes? How do we slow that progression if there are so many factors that go into a person developing the condition in the first place? അതാണ് പ്രീ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ അത് യൂഷ്വലി HbA1c എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റിലുള്ള കട്ട് ഓഫ് വെച്ചിട്ടാണ് നമ്മൾ പറയുക. അപ്പം നമ്മൾ ആനുവൽ ബ്ലഡ് വർക്കോ അല്ലെങ്കിൽ ഇഫ് യു ഹാവ് അതർ റിസ്ക് ഫാക്ടേഴ്സ്, അത് കനേഡിയൻ ഡയബറ്റീസ് കാനഡ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ, അല്ലെങ്കിൽ എനി പ്രീ ഡയബറ്റീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് സ്ക്രീനിങ് ആൽഗോരിതം നോക്കും, നമുക്ക് അറിയാം. ആൻഡ് മോസ്റ്റ്ലി 100% ഓൾ മലയാളീസ് ഹാവ് അറ്റ്ലീസ്റ്റ് മോർ ദൻ വൺ റിസ്ക് ഫാക്ടർ ഫോർ പ്രീ ഡയബറ്റീസ്. അപ്പം നമ്മൾ പീരിയോഡിക് സ്ക്രീനിങ് ചെയ്യിക്കണം. നമ്മുടെ ഫാമിലി ഡോക്ടറിനെ അറിയത്തില്ലെങ്കിൽ നമ്മൾ അഡ്വക്കേറ്റ് ചെയ്തിട്ട് വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് ചെക്ക് വെരി റെഗുലർലി. ഒരു 40 years ഒക്കെ കഴിഞ്ഞാൽ എവറി 6 months ചെയ്താലും തെറ്റില്ലെന്നാണ് തോന്നുന്നത്. കനേഡിയൻ ഗൈഡ് ലൈൻസ് അത്രയും ഇൻകോപ്പറേറ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല പ്രൈമറി കെയറിൽ, പക്ഷേ വി കൻ അഡ്വക്കേറ്റ്. അങ്ങനെ അപ്പം HbA1c ടെസ്റ്റ് ഒരു ഇതിൽ, അപ്പം അതിലെ കട്ട് ഓഫ് 6 and 6.4 റേഞ്ചിലാണെങ്കിൽ പ്രീ ഡയബറ്റീസ് എന്ന് പറയും. ആക്ച്വലി US ഗൈഡ് ലൈൻസിലാണെങ്കിൽ അവർ 5.7 to 5.9 പോലും പ്രീ ഡയബറ്റീസ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ വേറൊരു സ്പെസിഫിക്, ചിലപ്പം ഈ HbA1c മിസ്ലീഡിങ്ങും ആയിരിക്കാം. നമ്മൾ ഗ്ലൂക്കോസ് കഴിച്ചിട്ട് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യും 1 hour 2 hour. അതാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്, എസ്പെഷ്യലി നമ്മൾ സൗത്ത് ഏഷ്യൻസ് മലയാളീസിലൊക്കെ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ കട്ട് ഓഫ്സ് ഒക്കെ ഉണ്ട്. അപ്പം യു ആർ എ ഹയർ റിസ്ക് ഓഫ് പ്രോഗ്രഷൻ. അപ്പോൾ ആ ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ പ്രീ ഡയബറ്റീസ് ഡയബറ്റീസ്. ഇപ്പം നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ 6 months 1 year അല്ലെങ്കിൽ 2-3 years ഇത് ഫുൾ ബ്ലോൺ ഡയബറ്റീസ് ആവാം. ചിലപ്പോൾ നമുക്ക് സിംറ്റംസ് ഒന്നും കാണത്തില്ല. പിന്നെ പാർവതി ചോദിച്ച പോലെ നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ,
ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കുറേ സ്റ്റഡീസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇഫ് യു ലൂസ് ഇഫ് നല്ലോണം ഒബീസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മളൊരു 15 കിലോ കുറഞ്ഞാൽ എല്ലാം റിവേഴ്സ് ചെയ്യാൻ പറ്റും. അവരുടെ ആവറേജ് മലയാളി BMI ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളൊരു 10 കിലോ, ഇറ്റ് ഡിപ്പെൻസ്, അല്ലെങ്കിൽ 10 കിലോ കുറയ്ക്കുക, അല്ലെങ്കിൽ 10% ഓഫ് ബോഡി വെയിറ്റ്, 5 to 10% ഓഫ് ബോഡി വെയിറ്റ്, അവിടെയാണ് ഒരു മാജിക് ഫിഗർ. അത് കുറയ്ക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം വരും. പിന്നെ പ്രോഗ്രഷൻ പ്രിവെന്റ് ചെയ്യാനും പിന്നെ കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും നമ്മൾ സൗത്ത് ഏഷ്യൻസിന് ഐഡിയലി 300 minutes ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, എയറോബിക് ഫിസിക്കൽ ആക്ടിവിറ്റി പെർ വീക്കും, പിന്നെ 2 days ഓഫ് സ്ട്രെങ്ത് ട്രെയിനിങ്, പിന്നെ ഡയറ്ററി മോഡിഫിക്കേഷൻ, ലോ കാർബ് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, 1 gram per kilogram per day ഓഫ് പ്രോട്ടീൻ. പിന്നെ ഫൈബർ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. മെന്നിനാണെങ്കിൽ 38 grams ഓഫ് ഫൈബർ, ആൻഡ് ഫോർ വിമൻ വി സജസ്റ്റ് 25 gram ഓഫ് ഫൈബർ പെർ ഡേ. കുറച്ച് പാടാണ് കിട്ടാൻ, നമ്മൾ ഡയറ്റ് കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്കത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെയൊക്കെ പ്രിവെൻറ്റീവ് ചെയ്യാം. എക്സസൈസ്, ഡയറ്റ് ഒരു വലിയ ഫാക്ടറാണ്. പക്ഷെ ചിലവർക്ക് എന്തൊക്കെ ചെയ്താലും വെയിറ്റ് കുറയുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ ചിലപ്പം മെറ്റ്ഫോമിനോ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് മെഡിക്കേഷൻസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഒസംബിക് പോലത്തെ ഇപ്പോഴത്തെ അഡ്വാൻസ്മെന്റ് അതാണ്, GLP-1 വൺസ് എ വീക്ക് മെഡിക്കേഷൻ, ഒസംബിക് പോലത്തെ, അതും ഇഫക്റ്റീവാണ് നമ്മൾ പ്രീ ഡയബറ്റീസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം, നല്ല ഇൻഷുറൻസ് പോളിസി അല്ലെ ഇൻഷുറൻസ് കവറേജ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്, നമ്മൾ ഈ ആമിലൊക്കെ വെയർ ചെയ്യുന്ന ഒരു മീറ്റർ ഉണ്ട്, ലീബ്രെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് റിയൽ ടൈം അറ്റ്ലീസ്റ്റ് ഒരു 2 weeks നമുക്ക് ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്ത് നോക്കാം. അത് കുറച്ചുകൂടെ നമുക്കൊരു ഇൻസൈറ്റ് തരും, എങ്ങനെയാണ് നമ്മൾ ഓരോന്ന് കഴിക്കുമ്പം. ഓരോരുത്തരുടെ ഡയറ്റ് ഡിഫറെൻ്റ് അല്ലേ, അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ കാലറി കാൽക്കുലേറ്റിംഗ് ആപ്പും ഇതെല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്കിത് മനസ്സിലാവും. ഗ്ലൈസിമിക് വേരിയബിലിറ്റി, ഇത് ഗ്ലൂക്കോസ് HbA1c നമ്പർ മാത്രമല്ല, അതിനകത്ത് നമ്മൾ ഈ ഗ്ലൈസിമിക് വേരിയബിലിറ്റി ഓൾസോ ഈ കാർഡിയാക് ഇവൻസിനൊക്കെ ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ ലീബ്രെ വെച്ചിട്ട് പിന്നെ ഹൗ എക്സസൈസ് മോഡുലേറ്റ്സ് ഗ്ലൂക്കോസ് ഫ്ലക്ച്വേഷൻ, അങ്ങനെ ചിലപ്പോൾ നമുക്ക് ഈ റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസിമിയ വരും. അതുകൊണ്ടാണ് ഈ ഉച്ചയ്ക്ക് നമ്മൾ പെട്ടെന്ന് ചോറൊക്കെ കഴിച്ചുമ്പോൾ പെട്ടെന്ന് ഒരു തളർച്ച പോലെയൊക്കെ വരുന്നത്. അത് പെട്ടെന്ന് ഷുഗർ ഡ്രോപ്പ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എക്സാജറേറ്റഡ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു ഇൻസുലിൻ റിലീസ് വരും. ദാറ്റ് ഓൾസോ ഇസ് എ സൈൻ ഓഫ് പ്രീ ഡയബറ്റീസ്. നമ്മൾ പെട്ടെന്ന് തളർച്ച പോലെ എന്തെങ്കിലും ഒരു ടീസ്പൂൺ ഷുഗർ കഴിക്കുമ്പോഴായിരിക്കും ശരിയാവുക. സോ അങ്ങനത്തെ ഒരുപാട് ന്യൂവൻസസ് ഉണ്ട്. അപ്പോൾ അത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്താലും നമുക്ക് മനസ്സിലാവും. വേറെ ഇമ്പോർട്ടൻറ്റ് റിമൈൻഡർ ഞാൻ ഇപ്പം നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ, പ്രീ ഡയബറ്റീസ് ഇസ് വൺ സൈൻ ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ അതർ സൈൻസ് ഓഫ് ഡാമേജ് ഇൻ ദ ബോഡി ആർ ഫാറ്റി ലിവർ. അപ്പോൾ നിങ്ങൾ ഫാറ്റി ലിവറിൻ്റെ കുറേ അഡ്വാൻസ് ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. മെറ്റബോളിക് സ്ക്രീൻ, ഫൈബ്രോ സ്കാൻ, പിന്നെ പാർവതിക്ക് അറിയാം ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ FIB-4 എന്ന് പറഞ്ഞാൽ ചില ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഫാറ്റി ലിവർ ഇത് അഡ്വാൻസ് ഒരു 7 ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അർജൻറ്റായിട്ട് കാർഡിയാക് വർക്കപ്പും ചെയ്യണം. മോസ്റ്റ് ഓഫ് us ഹാവ് കാർഡിയാക് റിസ്ക് ഫാക്ടേഴ്സ്. അപ്പം ട്രെഡ്മിൽ ടെസ്റ്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ECG എക്കോ, വേറെ കൊറോണറി ആർട്ടറി കാൽഷ്യം സ്കോർ, അതൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ കാർഡിയാക് സ്ക്രീനിങ്ങും ഇറ്റ്സ് ജസ്റ്റ് എൻ അലേർട്ട് ദാറ്റ് ഓക്കെ സംതിങ് ഇസ് റോങ് ഇൻ യുവർ ബോഡി. അതൊരു സിഗ്നലാണ്. അപ്പോൾ അതനുസരിച്ച് ഡയബറ്റീസ് മാത്രം ഫോക്കസ് ചെയ്യാതെ ബാക്കി കോംപ്ലിക്കേഷൻസും കൂടെ എല്ലാം, മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക, കണ്ണിൻ്റെ ഒരു ചെക്കപ്പ്, അതെല്ലാം ഓവറോൾ അതും കൂടെ ഇത് ഡയഗ്നോസ് വരുവാണെങ്കിൽ ഉടനെ തന്നെ ചെയ്യിക്കണം. ഓക്കെ. So like basically overall like അങ്ങനെ health and wellness check chia is the best way to prevent any complications, right? അതെ അതെ, ചെക്കപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കൊളസ്ട്രോൾ, കിഡ്നി ഫംഗ്ഷൻ, ലിവർ, ഫാറ്റി ലിവറിന്റെ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ പ്രോട്ടീൻ, അതെല്ലാം, യൂറിക് ആസിഡ്, പല മെറ്റബോളിക്, പിന്നെ അഡ്വാൻസ് കൊളസ്ട്രോൾ മാർക്കേഴ്സും ഉണ്ട്. ലൈപ്പോ പ്രോട്ടീൻ A, അപ്പോ പ്രോട്ടീൻ B. ചിലവർക്കൊക്കെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഏർലി ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എല്ലാം ചെയ്യണം. എക്സ്റ്റെൻസീവ് സ്ക്രീനിങ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൗത്ത് ഏഷ്യൻസ്. Okay. And is there a certain age that we need to start these tests? കനേഡിയൻ ഗൈഡ് ലൈൻസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമുക്ക് വി ഗെറ്റ് ഡയബറ്റീസ് ഒരു 10 വർഷം മുമ്പ് ഹെഡ് ആയിട്ടാണ് കിട്ടുന്നത്. സോ വി ഹാവ് ടു അഡ്വക്കേറ്റ് അവർ സെൽസ് ആൻഡ് ലെറ്റ് യുവർ ഫാമിലി ഡോക്ടർ നോ, ലിസൺ ഐ ഹാവ് ഓൾ ദി റിസ്ക് ഫാക്ടേഴ്സ് ബിക്കോസ് ഞാൻ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഐ ഹാവ് ഡയബറ്റീസ് ഇൻ പ്രഗ്നൻസി, അല്ലെങ്കിൽ ഐ ഹാവ് ഫാമിലി മെമ്പേഴ്സ് വിത്ത് ഏർലി ഹാർട്ട് ഡിസീസ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ചിലപ്പോൾ അത് ഓർക്കില്ല, മനസ്സിലായില്ല. അപ്പം കസിൻസിനോ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ they will arrange all those tests. ഏജ് കട്ട് ഓഫ് വെച്ച് പോയിരിക്കുന്നതാണ് നല്ലത്. ഡിപ്പെൻഡിങ് ഓൺ യുവർ വെയ്റ്റ് സൈസ്. നമ്മൾ ഓവർ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പം എനിക്ക് പേഷ്യൻസ് കാണുന്ന 25 വയസ്സുള്ള മലയാളികൾക്കൊക്കെ ബ്ലഡ് ഷുഗർ ഉള്ള ഉണ്ട്. 25 വയസ്സ് 30, പിന്നെ കുട്ടികൾക്കുണ്ട് ഇപ്പം പീഡിയാട്രിക് ഒബീസിറ്റി, അഡോളസെന്റ് ചിൽഡ്രൻ ഹു ആർ ഓവർ വെയിറ്റ്. അപ്പോൾ അതിൽ ഒരു സാധനം നമുക്ക് നോക്കാൻ വെച്ചാൽ ഇവരുടെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ ഒരു കറുത്ത പിഗ്മെന്റേഷൻ പോലെ കാണും. അതാണ് ഒരു സൈസ്, സ്കിൻ ഇങ്ങനെ ചെറുതായിട്ടൊരു തിക്കായിട്ട് അക്കാന്തോസിസ് നൈഗ്രിഗൻസ് വരും. അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം. അത് ഗൂഗിളിൽ കാണുന്നത് സിവിയർ അക്കാന്തോസിന്റെ പിക്ചേഴ്സ് ആണ്. നമുക്ക് മൈൽഡ് ആയിട്ട് തന്നെ കാണുമ്പോൾ അത് അറിയാം. മൈൽഡ് ഒരു കറുത്ത പിഗ്മെന്റേഷൻ ഇങ്ങനെ ഇവിടെ ചുറ്റിനും കാണും.
ദാറ്റ് ഈസ് എ മാർക്കർ ദാറ്റ് യു ഹാവ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. കുട്ടികൾക്കും സ്ക്രീൻ ചെയ്യണം, അങ്ങനെ അതൊരു ഫാക്ടറാണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ PCOS, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉള്ള വിമൻ, അവർക്കൊക്കെ ഭയങ്കര ഹയർ റിസ്ക് ആണ് ഡയബറ്റീസ്. അപ്പോൾ ദേ ഹാവ് ടു ഗെറ്റ് ചെക്ക് ഫ്രീക്വൻറ്റ്ലി. അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വന്നതോ അങ്ങനെയൊക്കെ. Oh, okay. So case by case ആയിട്ട് നോക്കണം. Okay. So factors are family history, age to a certain extent, and then if you are already like at risk for certain conditions, right? Yeah, and lifestyle, your weight, And waist lifestyle, diet. circumference, waist hip ratio, Okay. body mass index, അങ്ങനത്തെ പലത്. So ഓൺലൈൻ കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്, അതും പക്ഷെ സൗത്ത് ഏഷ്യൻ സ്പെസിഫിക് കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നോക്കണം. oh, I see. Okay. So in that case, if a person does have diabetes, right? How do you manage the complications? How does a person that is with diabetes manage the complications that come with the condition? യൂഷ്വലി എനിബഡി ഓൾഡർ ദാൻ 40 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുമ്പം ബ്ലാങ്കറ്റ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ മരുന്ന് തുടങ്ങണം എന്നാണ്. കാരണം ബിക്കോസ് ഓഫ് അതിപ്പം റിഗാർഡ്ലെസ് ഓഫ് എത്നിസിറ്റി, ഇപ്പം ആരാണെങ്കിലും ഡയബറ്റീസ് ഡയഗ്നോസ് വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റിൻ സ്ട്രോങ് റെക്കമെൻഡേഷൻ ആണ്. കാരണം നമുക്ക് ഉള്ള റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് ആൻഡ് സ്ട്രോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡയബറ്റീസ് മാനേജ്മെന്റ് അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15% ഓഫ് ബോഡി വെയിറ്റ് നമ്മൾ ലൂസ് ചെയ്താൽ ഡയബറ്റീസ് റെമിഷൻ ചാൻസ് ഉണ്ട്. എങ്കിലും ഈ വാസ്കുലർ മെഡിക്കേഷൻ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, അത് ഓർക്കണം. ഡയബറ്റീസ് മാത്രമേ കുറയുന്നുള്ളൂ, ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സ് അപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കും, മെറ്റ്ഫോമിനോ ഓസംബിക്കോ, പിന്നെ ഇപ്പം പുതിയ SGLT ഇൻഹിബിറ്റേഴ്സ്, ഈ മൂന്നെണ്ണമാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ചിലവരിൽ മെലിഞ്ഞ ആൾക്കാരായിരിക്കും, പക്ഷേ എന്നാലും ഡയബറ്റീസ് വരും. ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ആയിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാതെ അൺകൺട്രോൾഡായിട്ട് നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം അറ്റ് എ ടൈം ഓഫ് പ്രസന്റേഷൻ തന്നെ ബ്ലഡ് ഷുഗർ ഭയങ്കര കൂടുതലായിട്ടാണെങ്കിൽ ചിലപ്പോൾ ടെമ്പററി ആയിട്ട് ഇൻസുലിൻ ഉപയോഗിക്കേണ്ടി വരും. അത് ഉപയോഗിക്കുന്ന ഒന്നുകിൽ ബേസിൽ ഒറ്റ നേരം എടുക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കുക. അത് തന്നെ ഇപ്പോൾ ഇനി വൺസ് എ വീക്ക് ആയിട്ട് വരുന്നുണ്ട് ഇൻസുലിൻ. പിന്നെ അല്ലെങ്കിൽ 3 നേരം എടുക്കുന്ന അല്ലെങ്കിൽ 2 നേരം, ചിലപ്പം ടെമ്പററി ആയിട്ട് ഇൻസുലിൻ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഈ വൺസ് എ വീക്ക് ഒസംബിക് പോലത്തെ മരുന്നുകൾ നല്ല ഇഫക്റ്റീവ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഇൻസുലിൻ്റെ ഉപയോഗം ശരിക്കും പറഞ്ഞാൽ കുറവാണ്. പിന്നെ മെറ്റ്ഫോമിൻ, പിന്നെ വേറെ ഒരു ജാർഡിയൻസ് എന്നൊക്കെ പറഞ്ഞ ഒരു ക്ലാസ്സിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിക്കേഷൻസും ഉണ്ട്. അതും നല്ല ഇഫക്റ്റീവ് ആണ്. ഈ മെഡിക്കേഷൻസ് ഒക്കെ തന്നെയും ഇപ്പം റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്ക് ആൻഡ് സ്ട്രോക്ക് കുറയ്ക്കും, ഈ ഒസംബിക്കോ അല്ലെങ്കിൽ ഈ ജാർഡിയൻസ് പോലത്തെ ആ ഫാമിലിയിലുള്ള മരുന്നുകൾ. പിന്നെ ഇതൊന്നും നടന്നെങ്കിൽ ചിലപ്പോൾ സൾഫനൈൽയൂറി ഉപയോഗിക്കും. പക്ഷേ ഇൻസുലിനും നമ്മൾ ഈ ഗ്ലിക്ലസൈഡ്, ഗ്ലൈമിപ്രൈഡ് പോലത്തെ മരുന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആ മരുന്നുകൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും. പിന്നെ ഇച്ചിരി ഹൈപ്പോഗ്ലൈസീമിയയുടെ പ്രോബ്ലംസും വരാം. അപ്പം പുതിയ ലേറ്റസ്റ്റ് മരുന്നുകളാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മരുന്നിൻ്റെ സഹായത്തോടെ വെയിറ്റ് കുറഞ്ഞ ഡയബറ്റീസ് റെമിഷനായിട്ട് ഒരുപാട് പേരുണ്ട്. ആൻഡ് ദെൻ ഹൈപ്പോഗ്ലൈസീമിയുടെ റിസ്ക്കും കുറവാണ്. പിന്നെ കാർഡിയോവാസ്കുലർ സ്ക്രീനിങ്ങിനുള്ള, അപ്പോൾ അത് ഏതാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് ചെയ്യണം. അങ്ങനത്തെയൊക്കെയാണ് ഇത്. ഓക്കെ. So 90% of the time, if you have diabetes, you also have to make sure you're careful and taking care of your cholesterol too, right? So it's like 90% of the time, you also have to maintain cardiovascular health with the condition, right? അതെ, കൊളസ്ട്രോളിന്റെ ടാർഗറ്റ് ഉണ്ട്. അപ്പം LDL ഡയബറ്റീസ് ഉള്ളവർക്ക് കൊളസ്ട്രോൾ ടാർഗറ്റ്സ് ഡിഫറെന്റ് ആണ്. LDL കൊളസ്ട്രോൾ ഷുഡ് ബി ബിലോ 2, പിന്നെ ടോട്ടൽ കൊളസ്ട്രോൾ ബൈ HDL റേഷ്യോ ബിലോ 4. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അഡ്വാൻസ് കാർഡിയോവാസ്കുലർ മാർക്കേഴ്സ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. എപ്പോപ്രോട്ടീൻ B, അതായത് EPO-B, പിന്നെ ലൈപ്പോപ്രോട്ടീൻ A, അതൊക്കെ ചെയ്യും. പിന്നെ ഹൈലി സെൻസിറ്റീവ് CRP, പിന്നെ ഇൻഡിറ്റർമിനേറ്റ്. ഇപ്പം നിങ്ങൾ സ്റ്റിൽ ഡൗട്ട്ഫുൾ ആണോ എനിക്ക് തുടങ്ങണ്ട, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ട് തന്നെ കൊറോണറി ആർട്ടറി കാൽഷ്യം സ്കോർ ചെയ്ത് നോക്കാം. അങ്ങനത്തെ ഒക്കെ ചെയ്യണം. പിന്നെ കിഡ്നി, യൂറിൻ പ്രോട്ടീൻ, പിന്നെ കിഡ്നി കോംപ്ലിക്കേഷൻസ് വരുമല്ലോ. അപ്പോൾ യൂറിൻ പ്രോട്ടീൻ നല്ലോണം എപ്പോഴും മോണിറ്റർ ചെയ്യണം, 3 to 6 months മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ കിഡ്നി ഫംഗ്ഷൻ, അതിന് GFR എന്ന് പറഞ്ഞ ടെസ്റ്റ്. പിന്നെ നെർവ്സിന്റെ ഈ കാലിലെ തരിപ്പിക്കും. നമ്മൾ ആദ്യം തന്നെ ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഈ നെർവിന്റെ ഇറിറ്റേഷൻ, ഈ പെരിഫറൽ ന്യൂറോപ്പതി ഒക്കെ വന്നാൽ ഇത് റിവേഴ്സ് ചെയ്യാൻ പാട്. പെരിഫറൽ ന്യൂറോപ്പതി ഈസ് എ വെരി, എന്താ പറയുക, ഭയങ്കര ന്യൂസൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നല്ലോണം കൺട്രോൾ ചെയ്ത് ഷുഗർ കൺട്രോൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി പിന്നെ ഭയങ്കര ഇറിവേഴ്സിബിൾ ആവും. പിന്നെ സെൻസേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അങ്ങനെയാണ് ഈ കാലിൽ അൾസറൊക്കെ വന്നിട്ട് പഴുക്കുകയും സെപ്റ്റിസീമിയൊക്കെ വരുന്നത്. അപ്പോൾ അത് നല്ലോണം സൂക്ഷിക്കണം. ചിലവർക്ക് പിന്നെ അതിൻ്റെ കൂടെ മെറ്റ്ഫോമിൻ എടുക്കുമ്പോൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരും, അത് കാരണം ന്യൂറോപ്പതി വരാം. അതൊക്കെ ഭയങ്കര ഡെഡ്ലി കോംപ്ലിക്കേഷൻസ് ആണ്, ഭയങ്കര ക്വാളിറ്റി ഓഫ് ലൈഫ് എഫക്റ്റ് ചെയ്യുന്നത്. രാത്രിയിലൊക്കെ ഭയങ്കര തരിപ്പും വേദനയും അങ്ങനെ. പിന്നെ കണ്ണിൻ്റെ തന്നെ കാഴ്ച എഫക്റ്റ് ആവും. അതൊക്കെയാണ് ഈ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്താൽ ഇത് പ്രിവെൻറ്റബിൾ ആണ്. എവറിത്തിങ് ഇസ് പ്രിവെൻറ്റബിൾ. ലക്കി ഇറ്റ്സ് നോട്ട് ലൈക്ക് ക്യാൻസർ. ഇപ്പം പിന്നെ നമ്മൾ ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഫിംഗർ പ്രിക്കിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ തന്നെ അനോയിങ് കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് വെരി ഈസി ടു മാനേജ്. ആ മീറ്റർ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം എളുപ്പം നമുക്കെല്ലാം ട്രാക്ക് ചെയ്യാം.
Okay, actually, that brings me to my next question. So, what are some advancements in managing diabetes? Because, with all these new technological innovations and everything, how does somebody that have the condition, how do they maintain their blood sugar? How do they keep track of their levels day to day? How does that work? Because I'm not too familiar with that aspect. അപ്പൊ അതിൽ ഞാൻ നേരത്തെ കോംപ്ലിക്കേഷൻ പറയുമ്പോൾ ബ്ലഡ് പ്രഷറിന്റെ കാര്യം അതും ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ ഡയബറ്റീസ് ഡയറ്റ് എഡ്യൂക്കേഷൻ, പിന്നെ ഹൈപ്പോഗ്ലൈസിമിയ വന്ന പെട്ടെന്ന് ഷുഗർ ഡ്രോപ്പ് ആയാൽ അതെങ്ങനെ കൺട്രോൾ ചെയ്യും. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ചിലർക്ക് ഈ ഡ്രൈവിങ്ങിനിടയിൽ ഹൈപ്പോഗ്ലൈസിമിയ ഒക്കെ വന്നൊക്കെ ആക്സിഡന്റും പല ഇൻസിഡൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കനേഡിയൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഷുഗർ ഷുഡ് ബി അബവ് 5. ഇറ്റ്സ് മോർ സീരിയസ് ഇഫ് യു ആർ ഓൺ ഇൻസുലിൻ. അപ്പം അങ്ങനത്തെ പല പ്രിക്കോഷൻസ് ഉണ്ട് അങ്ങനത്തെ ഒക്കെ. അതിപ്പം ഡയബറ്റീസ് എഡ്യൂക്കേറ്ററോ അല്ലെങ്കിൽ ഡോക്ടറോ വഴിയൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഞാൻ ഐ ഓൾറെഡി മെൻഷൻ ബിക്കോസ് ഐ വാസ് സോ എക്സൈറ്റഡ് റൈറ്റ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലതായിട്ട് നമ്മൾ ഇപ്പം ഉപയോഗിക്കുന്ന കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ. അത് ഭയങ്കര ഈസിയാണ്. ലീബ്ര അത് ചിലവർക്ക് ഡയബറ്റീസ് ഇല്ലെങ്കിൽ പോലും ചിലവർ വെച്ച് നോക്കിയിട്ട് അതൊരു മോട്ടിവേഷനായിട്ട് എക്സസൈസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചിലവർക്ക് എക്സസൈസ് ചെയ്യുമ്പം പെട്ടെന്ന് ഷുഗർ കുറയും. അപ്പോൾ അതിനൊക്കെ ട്രാക്ക് ചെയ്യാൻ ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ നല്ല ലീബ്രയും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ലിബ്രൈൻ്റെ സെക്കൻഡ് വേർഷൻ, ഇപ്പോൾ ലീബ്രൈ 3 ഇനി വരാൻ ചെറുതായി ലേറ്റസ്റ്റ് വേർഷനൊക്കെ ഭയങ്കര ചെറുതായി. ഒരു ചെറിയൊരു പാച്ച് നമ്മൾ ഇങ്ങനെ ഇതിൽ വെക്കുക. അത് വാട്ടർ പ്രൂഫാണ്. നമ്മുടെ ക്ലോത്ത്സിൻ്റെ ഇടയിൽ കൂടി തന്നെ സ്കാൻ ചെയ്യാം. ലേറ്റസ്റ്റ് വൺ ആണെങ്കിൽ സ്കാൻ പോലും ചെയ്യണം. യു ഗെറ്റ് ദ റീഡിങ്സ് ഡയറക്ട്ലി ഓൺ യുവർ ഫോൺ. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പിന്നെ അത് ബി പിയും ഷുഗർ ഫ്ലക്ച്വേഷൻ കൂടുതലും കുറഞ്ഞും നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അലേർട്ട് ചെയ്യും. അപ്പോൾ ചിലവർക്ക് നമ്മൾ മറന്നു പോലെ അറിയുന്നുണ്ടാവില്ല. പിന്നെ അപ്പോൾ അവിടെ നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ചിലപ്പം ബ്ലഡ് ഷുഗർ എങ്ങനെയാണ് ഫ്ലക്ച്വേഷൻ അത് നമ്മൾ ഉണർന്നത് ടെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഓവർനൈറ്റ് ഫ്ലക്ച്വേഷനൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാനും സോ ദാറ്റ് വി ക്യാൻ അഡ്ജസ്റ്റ് യുവർ ഡയറ്റ് അക്കോർഡിംഗ്ലി. ചിലവർക്ക് രാത്രി ഓവർനൈറ്റ് ഹൈപ്പോഗ്ലൈസിമിയ വരും, അത് സീരിയസ് ആണ്. അപ്പോൾ നമ്മളൊരു പ്രോട്ടീൻ ബാറോ എന്തെങ്കിലും ഗ്രീക്ക് യോഗോട്ടോ ചെറിയൊരു പ്രോട്ടീൻ സ്മൂത്തി കഴിച്ചിട്ടിടുന്ന രാത്രി നല്ലോണം ഗ്ലൂക്കോസ് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കും, ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ പോവാതെ. അങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മുടെ മൂഡിനെയും എനർജി ലെവലിനൊക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നു ലോങ് ടേം മെറ്റബോളിക് കൺട്രോൾ. അപ്പം കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ ഇസ് എ മിറാക്കിൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതർ അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ അത് ടെക്നോളജിക്കൽ അഡ്വാൻസസ്. പിന്നെ ടൈപ്പ് 1 ഡയബറ്റീസിലാണെങ്കിൽ നമ്മളിപ്പം എല്ലാവർക്കും ഇൻസുലിൻ പമ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മരുന്നുകൾ തന്നെ ഇപ്പം ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് ഇൻ ദ സെൻസ് ദാറ്റ് നമുക്ക് വൺസ് വീക്ക് ഉപയോഗിക്കുന്ന ഇൻസുലിൻ ഇപ്പം കാനഡയിൽ വരാൻ പോകും. 3-4 മന്ത്സിനൊക്കെ അത് അവൈലബിൾ ആയിരിക്കും. ബാക്കിയുള്ള ഇപ്പോൾ ഒസംബിക് പോലത്തെ മരുന്നൊക്കെ ഇപ്പോൾ വൺസ് എ വീക്കാണ്. സോ ഇറ്റ്സ് സോ കൺവീനിയൻറ്റ്. ഒസംബിക്കിൻ്റെ ടാബ്ലറ്റും ഉണ്ട്, പക്ഷേ വൺസ് എ വീക്കാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പം മിക്കവാറും എൻ്റെയൊക്കെ പേഷ്യൻസ് തന്നെ കൂടുതൽ ഒരു ടാബ്ലറ്റ് എടുക്കുന്നുണ്ടാവും, ഒരു മൈൽഡ് ടാബ്ലറ്റ്. പിന്നെ ഒസംബിക് വൺസ് എ വീക്ക് അല്ലെങ്കിൽ GLP പല വി ട്രൈ ഡിഫറെൻറ്റ് തിങ്സ്. ചിലവർക്ക് ഈ നോസിയ ഒക്കെ വന്നിട്ട് സൈഡ് ഇഫക്ട്സ് വരാം. അപ്പം അതൊക്കെ നമ്മൾ കെയർഫുൾ ആയിട്ട് ടൈട്രേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു ടൈട്രേറ്റ് ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് ടൈട്രേറ്റ് ചെയ്തില്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് വരും, പിന്നെ ഡിസ്കറേജ്ഡ് ആയിട്ട് നിർത്താൻ പോകും. അതൊക്കെയാണ്. Okay, so actually, I had a follow-up question. So, how often do they take the medication? Is it once every day, or is it once every 2 days? Like, is it case by case? How does that work? ഓൾട്ടർനേറ്റീവ് മെഡിക്കേഷൻ ഒന്നുമില്ല. റെഗുലർ ടാബ്ലറ്റ്സ് ആർ ഓൾ ലൈക്ക് വൺസ് എ ഡേ അല്ലെങ്കിൽ ട്വൈസ് എ ഡേ ഉള്ളതുണ്ടാവും. പിന്നെ ചിലത് കോമ്പിനേഷൻ പിൽസും ഉണ്ടാവും, 2 മരുന്ന് കമ്പൈൻ ചെയ്തിട്ടുള്ള എക്സ്റ്റെൻഡഡ് റിലീസ്. അതൊക്കെ ആണെങ്കിൽ വൺസ് എ ഡേ ഓർ ട്വൈസ് എ ഡേ. പിന്നെ ഈ ഡോസ് ടൈട്രേഷനും ചെയ്യണം, കിഡ്നി ഫംഗ്ഷനും ലിവർ ഫംഗ്ഷനൊക്കെ നോക്കിയിട്ട്. നമ്മൾ ഫുൾ ഡോസും ചിലപ്പം കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ ഇപ്പം ചിലവർ ഒത്തിരി വെയിറ്റ് പെട്ടെന്ന് കുറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഡോസ് കുറയ്ക്കേണ്ടി വരും. ഡയബറ്റീസ് മെഡിക്കേഷൻ്റെ ഡോസ് കുറയ്ക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് സൈഡ് എഫക്ട്സ് വരും. ദാറ്റ്സ് ഓൾ. Okay, so I guess that brings me to my last question. How does somebody, let's say I'm a immigrant, I just came to Canada, how would I go about how would I go about leading a healthy lifestyle so I can effectively prevent these conditions? What are some steps that I can take to live a lifestyle where I don't have to be worried about, being at high risk for these conditions? So what are some daily things that I can do? അതിൽ ഓഫ് കോഴ്സ് നമ്മൾ ഡയറ്റ് ആൻഡ് എക്സസൈസ് ചെയ്ത്, പക്ഷേ പ്രാക്ടിക്കൽ ലോട്ട് ഓഫ് us ഹാവ് സ്ലീപ്പ് ഇഷ്യൂ. അപ്പോൾ സ്ലീപ്പിൻ്റെ സ്ക്രീനിങ് ചെയ്താൽ നല്ലതായിരിക്കും. സ്ലീപ്പ് ആപ്നിയ അത് നമ്മൾ അധികമായിട്ട് ചെയ്യുന്നില്ല. മോണിറ്റർ യുവർ സ്ലീപ്പിനോ അതിൻ്റെ സ്ലീപ്പ് പാറ്റേൺസ്. അപ്പോൾ അതിൽ ചിലപ്പോൾ സ്ലീപ്പ് ആപ്നിയ ഉണ്ടെങ്കിൽ മാസ്ക് വെക്കേണ്ടി വരും, അത് നല്ലോണം ചെക്ക് ചെയ്യണം. അത് എക്സ്ട്രാ. പിന്നെ സ്ട്രെസ്സിനുള്ള സ്ട്രെസ് കുറയ്ക്കാനുള്ളതും ലൈഫ് സ്റ്റൈൽ ഐ ഓൾറെഡി മെൻഷൻഡ് ഇൻ ഡീറ്റെയിൽ. പിന്നെ ഉള്ളത് ഐ തിങ്ക് നമ്മളിപ്പോൾ ഹെവിലി വി ആർ ഡിപ്പെൻഡ് ഓൺ നമ്മൾ ഈ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളായിരിക്കും. ഇപ്പോൾ ചപ്പാത്തി തന്നെയും
പ്രീ കുക്ക്ഡ് ആയിട്ടോ കുക്ക്ഡ് ആയിരിക്കില്ലേ നമ്മൾ വാങ്ങിക്കുക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹോൾ ഗ്രെയിൻ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരുപാട് പ്രോസസ് ഫുഡ് എല്ലാം പ്രശ്നമാണ്. പ്രോസസ് ഫുഡ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കൾപ്രിറ്റ്. അൾട്രാ പ്രോസസ് ഫുഡ് അപ്പോൾ മാക്സിമം നമ്മൾ മീൽ പ്രപ്പ് ചെയ്ത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമ്മൾ പിന്നെ ഡാർക്ക് ഗ്രീൻ വെജിറ്റബിൾസ്, ഹാഫ് ദ പ്ലേറ്റ് ഷുഡ് ബി വെജിറ്റബിൾസ് ആൻഡ് വിത്ത് ഈച്ച് മീൽ ഹാവ് വെജിറ്റബിൾ ആൻഡ് ഇത് ഫ്രൂട്ട്, ഫൈബർ, പ്രോബയോട്ടിക് യോഗട്ട്, അതൊക്കെ ഗട്ട് മൈക്രോബയോം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഫുഡ്, അതെല്ലാം സ്ഥിരം 4-5 സെർവിങ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡെയിലി കഴിക്കുന്നത്, അത് ഒരു വലിയ പ്രിവെൻറ്റീവ് സാധനമാണ്. ഇഫ് യു ബൈ ബൾക്ക് കോസ്റ്റ് സേവിങ് ഉണ്ടാവും. പിന്നെ ഹോൾ ഗ്രെയിൻസ് കഴിക്കാം, കുഴപ്പമില്ല, എല്ലാം മോഡറേഷൻ. അതിൽ പോർഷൻ കൺട്രോൾ, മാക്സിമം വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത ഫുഡ് കഴിക്കാൻ പോവുക. വല്ലപ്പോഴും പുറത്തുനിന്ന് കഴിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ ഒത്തിരി ടേക്ക് ഔട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അത് പ്രശ്നമാണ്. പിന്നെ ഈ സ്റ്റോറിൽ നിന്നുള്ള അൾട്രാ പ്രോസസ് ഫുഡ്, എനിത്തിങ് ദാറ്റ് കംസ് ഇൻ എ പാക്കേജ് ഇത് അൾട്രാ പ്രോസസ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഇപ്പം നമ്മൾ വീട്ടിനകത്ത് ഉപയോഗിക്കാത്ത ഇൻഗ്രീഡിയൻസ് ഉള്ള സാധനങ്ങൾ ആണ് അതിനകത്ത് ലിസ്റ്റഡ് എങ്കിൽ, സോ ദോസ് ആർ അൾട്രാ പ്രോസസ്. അപ്പോൾ അത് കാലറി ഡെൻസ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫൈബർ കണ്ടന്റ് ഒക്കെ കുറവാണ്, ഓൾട്ടേർഡ് ന്യൂട്രീഷനൊക്കെ ആയതുകൊണ്ട് cooking skills are a very important aspect of this. And 2 days of strength training, അത് ഞാൻ പറഞ്ഞായിരുന്നു, and 300 minutes of walking. Yeah. And maintain a healthy weight. പിന്നെ 32 inches of waist size for women and 35 inches of waist size for men. അത്രയും ideal. It's the standard, right? For South Asians. Oh, I see. I know some people might argue that, oh, I am too busy for this, and I have to do things like sometimes you have to get frozen food, things like that. What would you say to those patients or those people? അതിൽ തന്നെ ഹെൽത്തി ചോയ്സസ് എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പം അത് പോർഷൻ സൈസ് കൺട്രോൾ ചെയ്യുക. പിന്നെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിക്സ് ചെയ്ത് കഴിക്കുക. പിന്നെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫ്രോസൺ ചപ്പാത്തി ആണെങ്കിൽ, പൊറോട്ട ആണെങ്കിൽ മാക്സിമം അതിൻ്റെ കൂടെ പരിപ്പ് മിക്സ് ചെയ്ത് കഴിക്കുക. ആഡ് ഓൾ ദോസ് അതർ ഇൻഗ്രീഡിയൻസ്. അതിൻ്റെ കൂടെ ഒരു ആപ്പിള്, പിന്നെ അല്ലെങ്കിൽ ചീസ്. പ്രോട്ടീനും ഫാറ്റും ഫൈബർ, സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ല, ഹെൽത്തി ഫാറ്റ്, ഇപ്പോൾ അവക്കാഡോ പോലത്തെ ഒക്കെ, അത് മിക്സ് ചെയ്ത് കഴിക്കുക. എന്നിട്ട് ആ കാർബ് ഓപ്ഷൻ കുറയ്ക്കുക മാക്സിമം. അങ്ങനെ പോർഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് വലിയ പണി ഉണ്ടാവില്ല. Okay. പിന്നെ ഐ തിങ്ക് ദീസ് ഡേയ്സ് ഹെലോ ഫ്രഷ് പോലത്തെ മീൽ പ്രെപ്പ് കമ്പനീസ് ഉണ്ട്. അത് അവിടുന്ന് ഓർഡർ ചെയ്യാൻ വല്ല. പിന്നെ അല്ലെങ്കിൽ യു കെൻ റിലൈ ഓൺ ഹോം ഷെഫ്സ്. ഈ ടിഫിൻ സർവീസസ് അവരാകുമ്പോൾ കുറേയും കൂടെ ഹെൽത്തി ആയിരിക്കും തോന്നുന്നത്. യു കെൻ കസ്റ്റമൈസ് ദ ഓർഡർ. തീരെ സമയമില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാറ്, റാദർ ദാൻ ഫ്രോസൺ ഫുഡ്സ്. അങ്ങനെ. Yes, you could customize the order, the portion size, and ingredients and everything with that, right? Okay, well, thank you so much for joining us today, Dr. Haroon. It was a pleasure. I learned so much about diabetes management that I had no idea before our talk today. So it was a wonderful session. Thank you so much. Once again, everybody, this is Dr. Nisha Najal Haroon presenting the talk of diabetes management. And we hope you enjoyed this talk. We hope you learned a lot, just like how I learned a lot today. And thank you so much for joining us. Have a wonderful Thank you very much, Parvati. Parvati just completed her undergrad training from McMaster University. She is very passionate about ഞാനും പാർവതി ഞങ്ങൾക്കൊരു പോഡ്കാസ്റ്റ് ഒക്കെ ഉണ്ട്. And she's doing an internship with me right now. Very brilliant girl. She's also interested in digital health. അപ്പം നമ്മൾ കുറച്ചിങ്ങനെ we always talk about health advocacy and health literacy, and especially digital health. That's a big aspect that we are both interested. Yeah, tune into our podcast, Ovary PCOS. We post episodes weekly, guys. Thank you. Bye-bye. All right. Thank you. Take care. Have a good night.